ഭക്തൻ ആരാമെന്ന് വന്നതിന് ശേഷം, ഒരു സമൃദ്ധിയുള്ള ഇടത്ത് വന്നതിന് ശേഷം ദൈവം അവനെ പിന്നെയും പ്രത്യക്ഷനായിട്ട് അവരെ അനുഗ്രഹിച്ചു. നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഏതോ രാജ്യത്തിലായിരുന്നാൽ മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ, എവിടെയൊക്കെ ആയിരുന്നാൽ മാത്രമേ നന്മ കിട്ടത്തുള്ളൂ. എനിക്കായിരിക്കേണ്ടി വരുന്ന സാഹചര്യം വേറെ ഒന്നാണെങ്കിൽ പിന്നെ അവിടെ അനുഗ്രഹമില്ലെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. ആ മൈൻഡ് സെറ്റ് ഇന്ന് മാറ്റണം. നീ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും അവിടെയും അനുഗ്രഹമുണ്ടാകും. ഇതാ അവൻ ഭക്തനാരാമെന്ന് വന്നതിന് ശേഷം ദൈവം പിന്നെയും പ്രത്യക്ഷനായിട്ട് അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇവൻ ഈ യാക്കോബ് തന്റെ മകൻ യോസേഫിനോട് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കാമോ? ഉൽപ്പത്തി പുസ്തകം 48 3-ാം വാക്യം. യാക്കോബ് യോസേഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ അങ്ങനെ ഒരു അനുഗ്രഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല അല്ലെ? ലൂസിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായെന്ന് മാത്രമേ കേട്ടിരുന്നുള്ളൂ അല്ലെ? ലൂസിൽ ഇതാ സൂര്യൻ അസ്തമിച്ചു, ഒരു തലയണയെടുത്ത് കല്ലായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങി, പിന്നെ ഏതാണ്ടൊക്കെ പോലെ ആയിരുന്നു. അവിടെ കർത്താവ് പ്രത്യക്ഷമായി. ഇതൊക്കെയാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ചരിത്രം. എന്നാൽ തന്റെ പ്രിയമകൻ യോസേഫിനോട് പറയുന്നു, എന്റെ മകൻ യോസേഫേ, ഞാൻ ലൂസിലായിരുന്നപ്പോൾ, ലൂസിൽ ഒരൊറ്റ ദിവസം എനിക്ക് ലൂസിലായിരിക്കേണ്ടി വന്നു. അവിടെ വെച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചു. നീ ആയിരിക്കുന്ന സ്ഥലം എത്ര ശപിക്കപ്പെട്ട സ്ഥലമാണെങ്കിലും ശരി, എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ പദ്ധതിയുണ്ട്. സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ഇന്നതുപോലെ ചെയ്താല്, ഇന്നടുത്ത് പോയാല്, ഇന്ന അവസ്ഥയായാല് അനുഗ്രഹിക്കപ്പെട്ടുള്ള മൈൻഡ് സെറ്റ് ഇന്ന് മാറ്റിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനായിരിക്കുന്നിടത്ത് അനുഗ്രഹം തേടി വരും. ഞാനായിരിക്കുന്നിടത്ത് അനുഗ്രഹം തേടി വരും. എന്റെ ഇഹലോക ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഞാനായിരിക്കേണ്ടി വരുന്നത് ഒരു കാട്ടിലായിരിക്കാം, ഒരു മലയിലായിരിക്കാം, മനുഷ്യവാസം ഇല്ലാത്ത ഇടത്തായിരിക്കാം. എനിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ബുദ്ധിമുട്ടിയില്ല.